السلام عليكم ورحمة الله. الحمد لله وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് സൂറത്ത് ബഖറയുടെ തഫ്സീറാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഹൂദികൾക്കുള്ള അവരുടെ ദുരാരോപണങ്ങൾക്കുള്ള മറുപടിയും മറ്റുമൊക്കെയാണ് തൊട്ട് മുമ്പത്തെ ആയത്തുകളിലൂടെ, കഴിഞ്ഞ ആയത്തുകളിലൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ ഖിബില മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്, എങ്ങനെയാണ് ഖിബില മാറ്റം, അതിൻ്റെ വിഷയങ്ങൾ, അതിൻ്റെ നിയമങ്ങൾ നസ്ഖ് ചെയ്തത്, ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ ലക്ഷണങ്ങൾ, അവർ ചെയ്തിരുന്ന അവരുടെ ഗുണങ്ങൾ, അത് അവർ സ്വതക്ക ചെയ്യുന്ന കാര്യങ്ങളും നിസ്കാരം നിലനിർത്തുന്നതും ഒക്കെയാണ് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞത്. ഇനി 178 ആയത്ത്, 178 ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല. ഇവിടെ മുതലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ നോക്കേണ്ടത്. ഇനിയുള്ള ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതലും പ്രതിപാദിക്കുന്നത് ശറഇൻ്റെ സുപ്രധാനമായ ചില നിയമങ്ങളാണ്. ശരീഅത്തിൻ്റെ നിയമങ്ങളാണ് കൂടുതലും ഇനിയുള്ള ആയത്തുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത്. ഫിഖ്ഹിയായ മസ്അലകൾ, ഖിസാസുമായി ബന്ധപ്പെട്ട് പ്രതിക്രിയ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ വസിയ്യത്ത്, മരിക്കാൻ പോകുന്ന മരണം എന്താണ് വന്നെത്തിയിട്ടുള്ള ആൾ തങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് വസിയ്യത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് റമദാൻ നോമ്പുമായി ബന്ധപ്പെട്ട മസ്അലകൾ, അതുപോലെ തന്നെ യതീം മക്കളുടെ അവരുടെ കാര്യങ്ങൾ, ഇങ്ങനെ ഉള്ള ഫിഖ്ഹിയായ മസ്അലകൾ ആണ്. അതുപോലെ തന്നെ ഹിലാലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെയാണ് ഇനിയുള്ള ആയത്തുകളിൽ നമ്മൾക്ക് ഖിതാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ദീനിൻ്റെ മസ്അലകളാണ് ഇനിയുള്ള അടുത്ത കുറച്ച് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പറഞ്ഞിരുന്നു സൂറത്ത് ബഖറയുടെ ലക്ഷ്യം അത് അൽ ഈമാനു വൽ ഇസ്തിസ്ലാം, ഈമാന് അതുപോലെ തന്നെ ഇസ്തിസ്ലാം. അതോടൊപ്പം നമ്മൾ പറഞ്ഞു ശരീഅത്തിൻ്റെ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന് കീഴൊതുങ്ങുകയും ചെയ്യുക, അതോടൊപ്പം ശരീഅത്തിൻ്റെ ചില നിയമങ്ങൾ കൂടി സൂറത്ത് ബഖറയിൽ നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ നിയമങ്ങളുടെ ചില ഭാഗങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ആയത്തുകൾ പ്രവേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസ്. മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, കുതിബ അലൈക്കുമുൽ ഖിസാസ്, അള്ളാഹു നിങ്ങൾക്ക് പ്രതിക്രിയ നിർബന്ധമാക്കിയിട്ടുണ്ട്, ഖിസാസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഖിസാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷാ നടപടിക്കാണ് പറയാം. അതായത് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അതിന് തുല്യമായ രീതിയിലുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതിനാണ് എന്ത് പറയാം, ഖിതാൽ എന്ന് പറയാം. അതായത് ഒരാളുടെ കണ്ണടിച്ച് പൊട്ടിച്ചാൽ തിരിച്ച് അയാളുടെയും ആരാണോ ആ ദുൽമ് ചെയ്തത് അയാൾക്കും അതിന് തുല്യമായ ശിക്ഷ കൊടുക്കുക, അതിനാണ് ഖിസാസ് എന്ന് പറയാം. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസ്, നിങ്ങൾക്ക് ഖിസാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫിൽ ഖത്ല, കൊലപാതകത്തിൻ്റെ വിഷയത്തിൽ, കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഖിസാസ് നിയമമാക്കിയിട്ടുണ്ട്. അപ്പോൾ കൊലപാതകിക്ക് വധശിക്ഷ, ഒരാൾ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ അയാൾക്ക് വധശിക്ഷ നടപ്പാക്കണം എന്ന കാര്യത്തിൽ സിഫതൻ വ ഫിഅലൻ, എങ്ങനെയാണോ കൊലപാതകി കൊല നടത്തിയത് അതേ രീതിയിൽ, അതേ രൂപത്തിൽ നീതിപൂർവം കൊലയാളിക്ക് വധശിക്ഷ നടപ്പാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അൽ ഹുറു ബിൽ ഹുറി, ഹുറ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രൻ. അതായത് സ്വതന്ത്രൻ എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അടിമകളുണ്ട് സ്വതന്ത്രരുണ്ട്, അല്ലേ?
അടിമകളായി ജീവിക്കുന്ന ആളുകളുണ്ട്, സ്വതന്ത്രരായി ജീവിക്കുന്ന ആളുകളും സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് ആ ഒരു വ്യവസ്ഥിതി ലോകത്ത് പിന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ അപൂർവമായി എവിടെയെങ്കിലും ഉണ്ടെങ്കിലായി. അപ്പോൾ അൽ ഹുറു ബിൽ ഹുർ, സ്വതന്ത്രന് പകരം സ്വതന്ത്രനെ വധശിക്ഷ നടപ്പാക്കണം. വൽ അബ്ദു ബിൽ അബ്ദി, അടിമക്ക് പകരം അടിമ. വൽ ഉൻസ ബിൽ ഉൻസ, പെണ്ണിന് പകരം പെണ്ണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും ഒരാൾ ഒരു പെണ്ണിനെ കൊന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ തിരിച്ചു കൊല്ലുക എന്നുള്ളതാണോ? അല്ല. അതിനൊരു പശ്ചാത്തലമുണ്ട്. ഈ ആയത്ത് അവതരിച്ചതിന് ഒരു പശ്ചാത്തലമുണ്ട്. എന്താണ്? മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സമയത്ത്, ഈ ആയത്തൊക്കെ മദനീയായ ആയത്തുകളാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്തുകൾ അധികവും മദീനയിൽ അവതരിച്ച ആയത്തുകളാണ്, മദനിയായിരിക്കും. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്യുന്ന ആയത്തുകൾ അതധികവും മക്കയിൽ അവതരിച്ച ആയത്തുകളായിരിക്കും. കാരണം മദീനയിലാണ് മുഅ്മിനീങ്ങൾക്കുള്ള നിയമങ്ങൾ, പ്രത്യേകിച്ച് ശരീഅത്തിൻ്റെ വിധിവിലക്കുകൾ അടങ്ങിയ ആയത്തുകൾ അവതരിച്ചിട്ടുള്ളത്. അപ്പോൾ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സമയത്ത് അവിടുത്തെ അവരൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് മദീനയിലെ 2 ഗോത്രങ്ങൾ അവരെന്ത് ചെയ്തിരുന്നു? പരസ്പരം പിന്നെ ചെറിയൊരു കലഹം, യുദ്ധം ഉണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊല നടക്കുകയും ചെയ്തു. 2 വിഭാഗത്തിലും ആളുകൾ മരണപ്പെടുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അതിലൊരു വിഭാഗം, അവരുടെ കൂടുതൽ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ ഒരു ലഹളയിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ശപഥം ചെയ്തു. എന്താണ്? ഞങ്ങളിൽ മരണപ്പെട്ട ഒരു അടിമക്ക് പകരം ഞങ്ങൾ തിരിച്ച് ഒരു സ്വതന്ത്രനെ അവരിൽ നിന്ന് കൊല്ലും. ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ച ഒരു അടിമക്ക് പകരം ഞങ്ങൾ തിരിച്ച് അവരുടെ കൂട്ടത്തിലെ ഒരു സ്വതന്ത്രനെ കൊല്ലും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ മരിച്ചതിന് പകരം അവരുടെ കൂട്ടത്തിൽ ഒരു പുരുഷനെ ഞങ്ങൾ കൊല്ലും എന്ന് ഇവർ ശപഥം ചെയ്യുകയും തീരുമാനിക്കുകയും ചെയ്തു. ഇതൊരിക്കലും നീതിയല്ലല്ലോ, അല്ലേ? അടിമക്കും സ്വതന്ത്രനും തമ്മിൽ സ്ഥാനം വ്യത്യാസമുണ്ട്. അതുപോലെ സ്ത്രീയും പുരുഷനും തമ്മിൽ പിന്നെ സ്ഥാനം വ്യത്യാസമുണ്ട്. അപ്പം ഇതൊരു നീതിയല്ല എന്നതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിപൂർവമാണ് നിങ്ങൾ വർത്തിക്കേണ്ടത്, അനീതി നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അറിയിക്കുകയും അള്ളാഹു ഖിസാസ് നിയമമാക്കുകയും ചെയ്തു. ഒരു സ്വതന്ത്രന് പകരം കൊലപാതകി സ്വതന്ത്രനാണെങ്കിൽ അവനെയാണ് കൊല്ലുക. അതുപോലെ അടിമക്ക് പകരം അടിമയാണ്. അതുപോലെ പെണ്ണിന് പകരം പെണ്ണാണ്. അല്ലാതെ അനീതി ഈ വിഷയങ്ങളിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. മാത്രമല്ല, ഈ ആയത്ത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മാഇദ, പ്രത്യേകം എഴുതി വെക്കുക, സൂറത്തു മാഇദയിലെ 45-ാമത്തെ ആയത്ത് എന്താണ്? അന്നഫ്സ ബിൻ നഫ്സി എന്ന് തുടങ്ങുന്ന പിന്നെ സൂറത്തു മാഇദയിലെ ആയത്ത്, അൽ ഐനു ബിൽ ഐനി എന്നൊക്കെയുള്ള, അതായത് കണ്ണിന് പകരം കണ്ണ്, അതുപോലെ തന്നെ മൂക്കിന് പകരം മൂക്ക്, ജീവന് പകരം ജീവൻ എന്ന ആയത്ത് അവതരിച്ചതോടുകൂടി ഈ നിയമം എന്തായി? മൻസൂഖായി പോയി, നസ്ഖായി പോയി എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ ആരാണോ കൊല ചെയ്തത്, ആരാണോ കൊലപാതകി, അയാൾക്കാണ് എന്ത്? വധശിക്ഷ. അല്ലാതെ ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ പിന്നെ ഒരാൾ കൊല്ലപ്പെട്ടു, അപ്പോൾ ആ കൊന്ന ഗോത്രക്കാരിലെ ഏതെങ്കിലും ഒരാളെ തിരിച്ചു കൊല്ലുക എന്നുള്ള രീതി, ആ നിയമം ഇല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർത്തലാക്കുകയും കൊലപാതകിക്ക്, ആരാണോ കൊലപാതകം ചെയ്തത് അവന് വധശിക്ഷ എന്നതിലേക്ക് അള്ളാഹു പരിമിതപ്പെടുത്തുകയും ചെയ്തു. ശരി. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുറു ബിൽ ഹുറി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ. ഇനി ഇങ്ങനെ ഈ കൊലക്ക് പകരം കൊല നടപ്പാക്കുക എന്നുള്ളതിന് എന്തില്ല, പിന്നെ അത് തന്നെ, ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അത് തന്നെ നടപ്പാക്കണം എന്ന് അള്ളാഹു ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഇളവ് കൂടി കൊടുക്കുകയാണ്. എന്താണ്? ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ, ആരെങ്കിലും തൻ്റെ സഹോദരന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് എങ്കിൽ, അതായത് കൊല്ലപ്പെട്ട ആളുടെ അടുത്ത കുടുംബങ്ങൾ, അവരുടെ അവകാശികൾ, വലിയ ആയിട്ടുള്ള അവരുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ എന്ത് ചെയ്യാണ്? വിട്ടുകൊടുക്കുകയാണെങ്കിൽ, കൊലപാതകിക്ക് വിട്ടുകൊടുക്കുകയാണ് എങ്കിൽ അതെന്താണ്? അതാണ് നല്ലത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തരാൻ. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ
ഫത്തിബാഉം ബിൽ മഅറൂഫി. അങ്ങനെ ആരെങ്കിലും വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഫത്തിബാഉം ബിൽ മഅറൂഫ്, അത് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ആ കാര്യം കൈകാര്യം ചെയ്യണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുകയാണ്. അതായത് വിട്ടുകൊടുക്കുന്ന ആള് എന്ത് ചെയ്യണം, പിന്നെ കൊലപാതകിക്ക് മഅറൂഫായ, അയാൾക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പിന്നെ എന്ത് ചെയ്യുക രീതിയിൽ ദിയ, അതായത് പ്രായശ്ചിത്തത്തിൻ്റെ പിന്നെ പണം സ്വീകരിച്ചുകൊണ്ട് അയാളെ വിട്ടുകൊടുക്കുകയും ചെയ്യണം. അതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, പ്രായശ്ചിത്തം വാങ്ങിയ ശേഷം പിന്നെ അയാളെ ആക്രമിക്കാനോ അയാളോട് പിന്നെ പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറാനോ പാടില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. വഅദാഉൻ ഇലൈഹി ബി ഇഹ്സാൻ, അവനോട് നല്ല രീതിയിൽ പിന്നെ എന്ത് ചെയ്യുക, വർത്തിക്കുക. അപ്പോൾ ഒരാളെ കൊന്നു, നമ്മൾ അയാൾക്ക് വിട്ടുകൊടുത്തു, പൊരുത്തപ്പെട്ടു, സാരല്ല എന്ന് പറഞ്ഞ് പിന്നെ അയാളുടെ കുടുംബക്കാർ എന്ത് ചെയ്തു, വിട്ടുകൊടുത്തു. എന്തെങ്കിലും അബദ്ധവശാലോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ കൊലപാതകം സംഭവിച്ചു പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ബന്ധുക്കൾക്ക് പ്രായശ്ചിത്തം വാങ്ങി വിട്ടുകൊടുക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അതിൻ്റെ പേരിൽ ആ കൊലപാതകിയെ ഉപദ്രവിക്കാനോ അയാളോട് ദുൽമ പ്രവർത്തിക്കാനോ ആക്രമിക്കാനോ ഒന്നും പാടില്ല. അതവിടെ കഴിഞ്ഞു. മാത്രമല്ല ഈ ആയത്തിൽ വലിയൊരു പാഠമുണ്ട്. എന്താണ്, ഇങ്ങനെ ഒരു കൊലപാതകിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അല്ലാഹു ഉപയോഗിച്ച വാക്ക് നോക്കൂ നിങ്ങൾ, ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി. ഈ കൊലപാതകിയെ അള്ളാഹു ഉപയോഗിച്ച വാക്കാണ് മിൻ അഖീഹി, തൻ്റെ സഹോദരൻ. അപ്പോൾ ഒരു മുസ്ലിം വേറൊരു മുസ്ലിമീങ്ങൾ തമ്മിലുള്ള സാഹോദര്യ ബന്ധം അത് വളരെ രൂഢമൂലമാണ്, അത് വളരെ ആഴമുള്ളതാണ്. അത് കൊലപാതകിയാണെങ്കിൽ പോലും ആ ഒരു സാഹോദര്യ ബന്ധം മുറിഞ്ഞു പോവുകയില്ല എന്ന് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മൾക്ക് പഠിപ്പിക്കുകയാണ്. മനസ്സിലായോ? ഒരു മുസ്ലിമായ ഒരു സഹോദരനാണെങ്കിൽ അയാൾ പിന്നെ കൊലപാതകം എന്ന കടുത്ത തിന്മ ചെയ്താലും ആ മുസ്ലിം നമ്മുടെ സഹോദരൻ തന്നെയാണ് എന്ന് വെച്ച് കൊലപാതകിക്ക് ഭയങ്കര സ്ഥാനമാനങ്ങൾ കൊടുക്കുക, അയാളെ ആദരിക്കുക എന്നല്ല. മറിച്ച് ആ ഒരു ബന്ധം, ഇസ്ലാമികമായ ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാഹോദര്യ ബന്ധം അത് നശിക്കുന്നില്ല. ഒരു മുസ്ലിം സഹോദരന് ഉണ്ടാകുന്ന എല്ലാവിധ പിന്നെ എന്താണ് ഹക്കുകളും ബാധ്യതകളും മറ്റു മുസ്ലിമീങ്ങൾക്ക് അയാളുടെ കൂടെ ഉണ്ട്. ഉദാഹരണത്തിന് അയാൾ മരിച്ചാൽ അയാൾ മയ്യത്ത് നിസ്കരിക്കുക, മയ്യത്ത് കുളിപ്പിച്ച് മയ്യത്ത് നിസ്കരിക്കുക, അല്ലേ? അതുപോലെയുള്ള അയാളെ കണ്ടാൽ സലാം പറയുക, ഇതുപോലെയുള്ള ഹക്കുകൾ, ബാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അയാൾ മുസ്ലിം സഹോദരൻ തന്നെയാണ്. എന്നാൽ ഒരു മുസ്ലിമായ ഒരാൾ ഷിർക്ക് ചെയ്തു കഴിഞ്ഞാലോ, മുസ്ലിമായ ഒരാൾ ഷിർക്ക് ചെയ്യുകയോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഏതെങ്കിലും കാര്യം ചെയ്യുകയോ ചെയ്താലോ അയാളുമായുള്ള സാഹോദര്യ ബന്ധം പിന്നെ അവിടെ മുറിയാണ്. ഒരാൾ കടുത്ത ഷിർക്കിൽപ്പെട്ട അല്ലെങ്കിൽ മുർത്തദ്ദായ അവസ്ഥയിലെത്തി പിന്നെ പണ്ഡിതന്മാരൊക്കെ അയാളെക്കുറിച്ച് മനസ്സിലാക്കി അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണക്കാരിങ്ങനെ കാണുന്നവരൊക്കെ അവൻ കാഫിറായിട്ടുണ്ട്, അവൻ മുശ്രിക്കായിട്ടുണ്ട് എന്ന് പറയാൻ പാടില്ല. അത് വേറെ വിഷയമാണ്. നേരെ മറിച്ച് ഒരു ആലിമായ, ഒരു വിവരമുള്ള, വിജ്ഞാനമുള്ള, അറിവുള്ള, വിശ്വസ്തനായ, നീതിയുള്ള ഒരു പണ്ഡിതൻ പറയാണ് ഇന്ന വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുമായിട്ട് മുസ്ലിമീങ്ങൾക്ക് എന്തില്ല, സാഹോദര്യ ബന്ധമില്ല. മനസ്സിലായില്ല? അപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തിന്മകളുടെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൊലപാതകത്തെക്കാൾ വലുതാണെന്ത്, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പിന്നെ നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാം തന്നെ ഇല്ലാതാക്കി കളയുന്ന തിന്മകൾ, അല്ലേ? അതിൽ എന്തൊക്കെയുണ്ട്? പിന്നെ ഷിർക്ക്, അല്ലേ? കുഫ്ർ, ഇസ്ലാമിൻ്റെ ശരീഅത്തിനെ അറിഞ്ഞുകൊണ്ട് പരിഹസിക്കൽ, അല്ലേ? ഇസ്ലാമിനെ പരിഹസിക്കൽ, ദീനിൻ്റെ ഏതെങ്കിലും കാര്യങ്ങളെ പരിഹസിക്കുക, ഇതൊക്കെ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കടുത്ത തിന്മകളാണ്. അള്ളാഹു നമ്മളെ അത്തരം വലിയ തിന്മകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരി, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറയണത് ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ ذلك تخفيف من ربكم ورحمة ذلك تخفيف من ربكم ورحمة. ഈ ഒരു നിയമം അള്ളാഹു നിശ്ചയിച്ചു തന്നത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഒരു ഇളവാണ് എന്ന് അള്ളാഹു നമുക്ക് പറയാം. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഒരു ഇളവാണ്, അതുപോലെ നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന ഒരു റഹ്മ, ഒരു കാരുണ്യമാണ് എന്നുള്ള പറയാം. കാരണം മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ പിന്നെ നിശ്ചയിക്കപ്പെട്ട നിയമങ്ങൾ അവിടെ ഈ ഒരു കഫാറത്ത് വാങ്ങി അല്ലെങ്കിൽ പിന്നെ ദിയ വാങ്ങി കൊലപാതകിക്ക് പുറത്തു കൊടുക്കുന്ന ഒരു ഓപ്ഷൻ, ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല.
ഒന്നുകിൽ കൊലപാതകിക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കൊലക്ക് പകരം കൊലപാതകിക്ക് വധശിക്ഷ എന്ന അവസ്ഥ. അപ്പോൾ ഇത് രണ്ടും കൂടിച്ചേർത്ത് മധ്യമമായ വസത്തായ ഒരു നിയമം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നതിലൂടെ റബ്ബ് നമ്മളോട് ചെയ്തിട്ടുള്ളത് വലിയ റഹ്മത്താണ്, വലിയൊരു ഇളവാണ് എന്ന് ഓർമ്മപ്പെടുത്തണം. ഫമൻ ഇഅ്തദാ ബഅദ ദാലിക്. അപ്പോൾ ഈ ദിയ ഒക്കെ തീരുമാനിച്ചു, കൊലപാതകിക്ക് പിന്നെ ഇത്ര പണം കൊല്ലപ്പെട്ട ആളുടെ കുടുംബക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ കൊലപാതകിക്ക് പുറത്തു കൊടുക്കും, അയാൾക്ക് പിന്നെ വധശിക്ഷ വേണ്ടതില്ല എന്നൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ, മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ, അല്ലാതെ നമ്മൾ പിന്നെ ഭരണാധികാരിയുടെ കീഴിലാണ് ഇതൊക്കെ നടപ്പാക്കേണ്ടത്. അല്ലാതെ ഓരോരുത്തർ ഇപ്പോൾ നമ്മളെ നാട്ടിൽ പിന്നെ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി, നാട്ടുകാരെ ഇറങ്ങി കൊല്ലാൻ പറ്റുമോ? അടിക്കാൻ പറ്റുമോ? ഉപദ്രവിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് പാടുള്ളതല്ല. മറിച്ച് മുസ്ലിം ഭരണാധികാരികൾ ആണ് നിയമങ്ങൾ കൈകാര്യം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യേണ്ടത്. അല്ലാതെ ഓരോരുത്തരും ഇറങ്ങി അവനെ ഇവനെ കൊന്നു അപ്പം ഞാൻ ഇവനെ തിരിച്ചു കൊല്ലാം എന്ന് പറഞ്ഞിട്ട് വാളെടുത്ത് നടക്കാൻ, അത് ഇസ്ലാമിൽ കടുത്ത തെറ്റാണ്, പാടില്ലാത്ത കാര്യമാണ്. അത് പ്രത്യേകം ഓർമ്മിക്കാം. ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك. ഈ ദിയൊക്കെ തീരുമാനിച്ച് കൊലപാതകയെ വെറുതെ വിട്ട് കഴിഞ്ഞതിന് ശേഷവും ആരെങ്കിലും അതിര് വിട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഫലഹു അദാബുൻ അലീം. ആരാണോ അതിര് വിട്ട് പ്രവർത്തിച്ചത് അവന് കടുത്ത ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്താൻ. എന്ന് പറഞ്ഞാൽ കോടതിയിൽ തീരുമാനമായി കൊലപാതകയെ വെറുതെ വിട്ടു, അയാൾ പിന്നെ കൊല്ലപ്പെട്ട ആൾക്ക് ന്യായമായി അയാൾ ചോദിച്ച പ്രായശ്ചിത്തത്തിൻ്റെ പണം അല്ലെങ്കിൽ ആ ഒരു സമ്പത്ത് അയാൾ കൊടുത്തു വീട്ടി, അതോടുകൂടി പ്രശ്നം കഴിഞ്ഞു. പിന്നെ അവർ തമ്മിൽ മുസ്ലിം സഹോദരങ്ങളാണ്, അവർ കണ്ടാൽ പരസ്പരം പിന്നെ നല്ല രീതിയിൽ ജീവിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിനുശേഷം പിന്നെയും കൊലപാതകിക്കെതിരെ പൈസയും കിട്ടി എല്ലാം കിട്ടിയ ശേഷം പിന്നെയും കൊലപാതകിയെ ഉപദ്രവിക്കാനോ കൊല്ലാനോ അയാളുടെ അതിക്രമത്തിനോ മുതിർന്നു കഴിഞ്ഞാൽ, ആരാണോ അതിക്രമം പ്രവർത്തിക്കുന്നത് അവർക്ക് ഫലഹു അദാബുൻ അലീം, അവർക്ക് കടുത്ത വേദനാജനകമായ ശിക്ഷ ദുനിയാവിലും ഉണ്ടാകും. ദുനിയാവിൽ ഇസ്ലാമിക ഭരണകൂടത്തിലുണ്ടാകും, അതുപോലെ ആഖിറത്തിലുണ്ടാകും. ഇപ്പം ഇതിയൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് കൊല്ലപ്പെട്ട ആളുടെ കുടുംബക്കാരൻ പോയിട്ട് എന്ത് ചെയ്യാണ്? ഈ കൊലപാതകിനെ കൊല്ലാണെന്ന് വെച്ചോ, മനസ്സിലായില്ലേ? കൊലയാളിയെ എന്ത് ചെയ്യണം? കൊലയാളിയിൽ നിന്ന് പ്രായശ്ചിത്തത്തിന്റെ പണമൊക്കെ കൈപ്പറ്റി, എന്നിട്ട് ആ പൈസക്ക് കിട്ടി പിറ്റേ ദിവസം എന്ത് ചെയ്യാണ്? ഇവർ പോയിട്ട് കൊലയാളിയെ കൊല്ലുകയാണ്. എന്നാൽ എന്താണ് ഇസ്ലാമിലെ ശിക്ഷ? ഈ പിന്നെ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾ പിന്നെ അവർക്ക് ശിക്ഷ കിട്ടും, ഇല്ലേ? അവർ അതിക്രമം പ്രവർത്തിച്ചു എന്നതുകൊണ്ട് അവർക്ക് വധശിക്ഷയാണെങ്കിൽ വധശിക്ഷ, അല്ലെങ്കിൽ അതിന് തുല്യമായ, അവർ ചെയ്ത ദുൽമിന് തുല്യമായ ശിക്ഷ നടപ്പാക്കപ്പെടുന്നതാണ്. ഫലഹു അദാബുൻ അലീം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചത് എന്തിനാണ്? കൊലക്ക് പകരം കൊല, കൊലപാതകിക്ക് വധശിക്ഷ കൊടുക്കണം എന്ന പിന്നെ കടുത്ത നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചത് എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ നോക്ക് നിങ്ങൾ. നമ്മളെ നാട്ടിൽ എന്തെങ്കിലും ഒരു കൊലപാതകം ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടി പിന്നെ ഇറങ്ങി പുറപ്പെട്ട് പറയുന്നത് കാണാം, ഉമറിൻ്റെ ഭരണം വേണം, അല്ലേ? സൗദിയിലെ നിയമം വേണം, കൊലപാതകിക്ക് വധശിക്ഷ കൊടുക്കണം എന്നൊക്കെ മുസ്ലിമീങ്ങളും അല്ലാത്ത ആളുകളും എല്ലാവരും പറയുന്നത് കാണാം. എന്തുകൊണ്ട്? ബുദ്ധിയുള്ള നേർക്കുനേരെ ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്, ഇത്തരം കടുത്ത ശിക്ഷകൾ നടപ്പാക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ സാമൂഹിക സുരക്ഷ ഉണ്ടാകുന്നത്. മനുഷ്യൻ്റെ ജീവനും സമ്പത്തിനും അവൻ്റെ അഭിമാനത്തിനും അവൻ്റെ കുടുംബ പരമ്പരകൾക്കുമൊക്കെ വലിയ വില കൽപ്പിക്കപ്പെടുന്നത് അത്തരം വിഷയങ്ങളിൽ അതിക്രമം പ്രവർത്തിക്കപ്പെടുമ്പോൾ കടുത്ത ശിക്ഷ ലഭിക്കുന്ന ഒരു അവസ്ഥ, ഒരു നിയമ സംവിധാനം ഉള്ള ഇടങ്ങളിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കൊലപാതകത്തിന് പകരം വധശിക്ഷ നൽകുക, അതുപോലെ തന്നെ വ്യഭിചാരത്തിനും, അതുപോലെ തന്നെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിനും, അതുപോലെ തന്നെ മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ മനുഷ്യൻ്റെ ബുദ്ധി നശിപ്പിക്കുന്ന രീതിയിലുള്ള തിന്മകൾ പ്രവർത്തിക്കുന്ന അത്തരം ആളുകൾക്കൊക്കെ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ കടുത്ത ശിക്ഷയാണ് നൽകുന്നത്. കാരണം ഇസ്ലാമിക ഭരണം ഒരു 5 കാര്യങ്ങളിൽ വലിയ സുരക്ഷയും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒന്ന്, ജീവൻ. ഒരു മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവൻ, അതിന് ഇസ്ലാം വലിയ വില കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരുടെ ബുദ്ധിക്ക് ഇസ്ലാം വലിയ വില കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധി നശിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള
കാര്യങ്ങളിൽ ഒരാൾ ഏർപ്പെടുകയാണെങ്കിൽ, അതായത് മദ്യം, മയക്കുമരുന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ കടുത്ത ശിക്ഷയാണ് ഇസ്ലാമിക ഭരണകൂടം നിശ്ചയിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് വധശിക്ഷ വരെ കിട്ടുന്ന തിന്മയാണ്. അതുപോലെ തന്നെ വ്യഭിചാരത്തിന് കടുത്ത ശിക്ഷയാണ്. എന്തുകൊണ്ട്? കുടുംബ പരമ്പരകൾ, ബന്ധങ്ങളില്ലാതെയാകും. ഉപ്പ ആരെന്നറിയാത്ത പിന്നെ മക്കളുണ്ടാകും. ചെറിയ കുഞ്ഞുങ്ങൾ തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. പാരമ്പര്യം നഷ്ടപ്പെട്ട് പിന്നെ അതുപോലെ തന്നെ വലിയ അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ സമൂഹത്തിൽ ഒരു സാമൂഹിക സുരക്ഷിതത്വം, ഒരു സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ കെട്ടുറപ്പിനെ ബാധിക്കുകയും അതിലൂടെ ധാരാളം തിന്മകൾ, അതുപോലെ തന്നെ അരക്ഷിതത്വം, ഇതൊക്കെ കടന്നു വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല കടുത്ത നിയമം ആ വിഷയങ്ങളിൽ വെക്കുകയാണ്, വ്യഭിചാരത്തിൻ്റെ വിഷയത്തിൽ. അതുപോലെ തന്നെ ദീന്, അതേറ്റവും പ്രധാനമാണ്. ദീന്, മതം, ഒരാളുടെ ദീനിനെ ഇസ്ലാം വളരെ ശക്തമായി സംരക്ഷിക്കുന്നുണ്ട്. ദീന് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ യുക്തിവാദത്തിലേക്കോ അരാജകത്വവാദങ്ങളിലേക്കോ അതുപോലെ തന്നെ ഷിർക്കിലേക്കോ കുഫറിലേക്കോ ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരാൾക്ക് ദഅവത്ത് നടത്താൻ ക്ഷണിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ക്ഷണിക്കുന്ന ഒരാൾക്ക് ഇസ്ലാം കൊടുക്കുന്ന ശിക്ഷ എന്താണ്? വധശിക്ഷയാണ്. മനസ്സിലായില്ലേ? ആളുകളുടെ സ്വർഗം നഷ്ടമാക്കുന്ന, അവരുടെ ദീനിനെ നഷ്ടമാക്കുന്ന രീതിയിലുള്ള കടുത്ത പിന്നെ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്ക് ഇസ്ലാം കടുത്ത ശിക്ഷയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം ദീന് വളരെ പ്രധാനപ്പെട്ട, സംരക്ഷിക്കപ്പെടേണ്ട ഒന്നായതുകൊണ്ട്. ഇപ്പം നമ്മൾ ഇത്ര കാര്യം പറഞ്ഞു, 4 കാര്യം പറഞ്ഞു. 5ാമത്തെ കാര്യം പിന്നെ സമ്പത്താണ്. ഒരു മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ഒരു പിന്നെ ഇസ്ലാമിക സമൂഹത്തിലുള്ള ഒരാളുടെ സമ്പത്ത് കൊള്ളയടിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യുന്നവർക്ക് ഇസ്ലാമിൽ കടുത്ത ശിക്ഷയാണല്ലോ, അല്ലേ? വഴിക്കൊള്ളക്കാർ, അതായത് വഴിയിൽ ഒളിച്ചിരുന്ന് സമ്പത്ത് കൊള്ളയടിക്കുന്ന ആളുകൾക്ക് വലിയ ശിക്ഷയാണ്. അതുപോലെ തന്നെ മോഷ്ടാക്കൾക്ക്, ചെറിയ എന്തെങ്കിലും മോഷണത്തല്ല, ഒരു പിന്നെ വിലമതിക്കുന്ന രീതിയിലുള്ള ഒരു മോഷണം നടത്തി കഴിഞ്ഞാൽ അവൻ്റെ കൈവെട്ടുക എന്നതാണ്, അല്ലെ? അസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇങ്ങനെയുള്ള ശിക്ഷാ നടപടികൾ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് എന്തിനാണ്? വലകും ഫിൽ ഖിസാസി ഹയാതുൻ യാ ഉലിൽ അൽബാബ്. വധശിക്ഷ നടപ്പാക്കുന്നത്, അല്ലെങ്കിൽ കൊലക്ക് പകരം കൊല എന്ന ഈ ഒരു കടുത്ത ശിക്ഷാ നടപടി നിശ്ചയിച്ചതിലൂടെ നിങ്ങൾക്ക് ജീവിതമാണുള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത്. അതെന്താണ് അങ്ങനെ? കൊല്ലാണല്ലോ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കൊലപാതകിനെ കൊല്ലാണ്. അപ്പൊ എവിടെയാണ് ജീവിതം ഉള്ളത്? കൊല്ലല്ലേ ചെയ്യുന്നത്. അപ്പൊ അള്ളാഹു പറയാണ് വലക്കും ഫിൽ ഖിസാസി ഹയാതുൻ യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കതിൽ ജീവിതമുണ്ട്, ജീവനുണ്ട് എന്നുള്ള പറയാണ്. എന്തുകൊണ്ട്? കൊലപാതകം പോലെയുള്ള തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ താനും കൊല്ലപ്പെടും എന്ന ഒരു ഭയം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ പിന്നെ ആ തിന്മക്ക് മുതിരൂല. അയാൾ ഒന്നുകൂടി ഒന്ന് പേടിക്കും, ഒന്ന് ആലോചിക്കും. ഞാൻ ഈ തിന്മ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് വധശിക്ഷയാണ്, എന്നെയും കൊല്ലും. അല്ലാതെ 12 കൊല്ലം ജയിലിൽ കിടന്നിട്ട് ബിരിയാണിയും പിന്നെ ചപ്പാത്തിയും ചിക്കനൊക്കെ തിന്ന് തടിച്ചു കൊഴുത്ത് പുറത്തിറങ്ങും എന്നൊരു പ്രതീക്ഷയാണ് അയാൾക്കുള്ളതെങ്കിലോ, അയാൾക്ക് നല്ല ഫുഡും വായിക്കാനുള്ള പുസ്തകങ്ങളും കാണാനുള്ള സിനിമകളും എല്ലാ സൗകര്യങ്ങളും പിന്നെ ഒക്കെ കിട്ടും. ജോലിയൊക്കെ ചെയ്തിട്ട് അതിന് ശമ്പളവും കിട്ടും, അല്ലേ? നമ്മുടെ നാട്ടിലെ ജയിലുകൾക്കൊക്കെ ഉള്ള പോലെ അവിടെ ജോലി ചെയ്താൽ അയാൾക്ക് കൃത്യമായ ശമ്പളം, പുറത്തിറങ്ങുമ്പോൾ ഒരു വലിയ തുക. 12 കൊല്ലം പുറത്തിറങ്ങുമ്പോൾ അയാൾ ആ 12 കൊല്ലം ജോലി ചെയ്തതിൻ്റെ ശമ്പളം, ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി, വേറൊരു ദിവസം ചപ്പാത്തിയും, ഇങ്ങനെ പിന്നെ നല്ല പ്രോട്ടീനും ആരോഗ്യമൊക്കെയുള്ള ഭക്ഷണം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഇത്തരം വിഡ്ഢിത്തം നിറഞ്ഞ, ബുദ്ധി ഇല്ലാത്ത നിയമങ്ങളിൽ നിന്ന്, അങ്ങനെ ഒരു സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പം അതുകൊണ്ടുണ്ടാകുന്ന അവസ്ഥ എന്താണ്? ജീവിതമല്ല ഉണ്ടാകുന്നത്, പിന്നെ അവിടെ മരണമാണുള്ളത്, അല്ലേ? നമ്മളെ നാട്ടിൽ കാണുന്ന പോലെ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാണ്. കുഞ്ഞുങ്ങളെന്നോ വൃദ്ധരെന്നോ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ലാതെ നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി പരസ്പരം കൊലപ്പെടുത്തുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുതിബ അള്ളാഹു പറഞ്ഞു വലക്കും ഫിൽ ഖിസാസി ഹയാതുൻ യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ള ആളുകളെ, നിങ്ങൾക്ക് ഇത്തരം ശിക്ഷാ നടപടികളിൽ ജീവിതമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ലഅല്ലക്കും തത്തഖൂൻ. അതുകൊണ്ടാണ്,
ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിച്ചേക്കും. ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടും എന്ന് ഒരു മുന്നറിയിപ്പ്, ഒരു അറിവ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ശിക്ഷാ നടപടി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ആ കൊലപാതകത്തെ സൂക്ഷിക്കും, നിങ്ങൾ അത് ആ ഒരു തിന്മയിലേക്ക് നിങ്ങൾ മുതിരുകയില്ല, നിങ്ങൾ അതൊന്ന് വിട്ടുനിൽക്കും എന്ന് അള്ളാഹു പറയണം. അതുപോലെ ആ അള്ളാഹുവിൻ്റെ ഈ ശിക്ഷയെ മാത്രമല്ല ഭയപ്പെടുക, പിന്നെയോ അള്ളാഹുവിനെയും നിങ്ങൾ ഭയപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്ന് റബ്ബ് പറയാം. ഇനി അടുത്ത ആയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പറഞ്ഞു തരുന്നത് വസിയ്യത്തുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. എന്താണ്? ഒരാൾ മരണം അടുത്തു കഴിഞ്ഞാൽ കുതിബ അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കിയിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട്, ഇദാ ഹദറ അഹദകുമുൽ മൗതു, നിങ്ങളിൽ ഒരാൾക്ക് മരണം ആസന്നമായാൽ. അപ്പോൾ ഒരാൾക്ക് എങ്ങനെയാണ് മരണം ആസന്നമായി എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. മറിച്ച് മരണം പ്രതീക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള അവസ്ഥ ഒരാൾക്ക് വന്നാൽ, അസുഖം കാരണത്താലോ മറ്റെന്തെങ്കിലും അപകടങ്ങൾ കാരണത്താലോ ഒരാൾക്ക് തോന്നാണ് ഞാനിതാ മരിക്കാൻ പോവുകയാണ് എന്നൊരാൾക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞാൽ, ഇൻ തറക ഖൈറൻ, അവൻ്റെ അടുക്കൽ സമ്പത്ത് ഉണ്ട് എങ്കിൽ, ചെറിയ എന്തെങ്കിലും പിന്നെ സമ്പത്തല്ല, അതായത് ചെറിയ ഒരു അന്നത്തേക്ക് കഴിയാനുള്ള ഒരു വക അയാളുടെ അടുത്തുണ്ട് എന്ന അവസ്ഥയല്ല, മറിച്ച് ഖൈറ് എന്ന സമ്പത്തിനെ കുറിച്ച് ഉപയോഗിക്കുന്നത് പിന്നെ എപ്പോഴാണ്? ഒരു അത്യാവശ്യം നല്ലൊരു സമ്പത്ത്, കുറച്ചധികം സമ്പത്ത് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ പിന്നെ എന്താണ്? കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗതു, നിങ്ങൾക്ക് മരണം വന്നെത്തുകയും, ഇൻ തറക ഖൈറൻ, അവൻ്റെ അടുക്കൽ പണം സമ്പത്ത് അത്യാവശ്യമുണ്ട് എന്ന അവസ്ഥയുമാണ് എങ്കിൽ, അൽ വസിയ്യതു ലിൽ വാലിദൈനി വൽ അഖ്റബീന ബിൽ മഅറൂഫ്, നിങ്ങൾ എന്ത് ചെയ്യണം? നാട്ടിൽ ഉർഫ് അനുസരിച്ച്, മഅറൂഫ് അനുസരിച്ച്, അതായത് നാട്ടിൽ ഉള്ള ഒരു മാന്യമായ രീതി അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും വസിയ്യത്തായിക്കൊണ്ട്, എൻ്റെ ഇന്ന സ്വത്ത്, ഇത്ര പിന്നെ ഇത്ര പൈസ എൻ്റെ ഉമ്മാക്ക് കൊടുക്കണം, ഇത്ര ഈ സമ്പത്ത് പിന്നെ എൻ്റെ ഉപ്പാക്ക് കൊടുക്കണം, എൻ്റെ ഈ കാര്യം അത് എൻ്റെ മക്കൾക്ക് കൊടുക്കണം, ഭാര്യയ്ക്ക് കൊടുക്കണം എന്നിങ്ങനെ വസിയ്യത്ത് എഴുതി വെക്കാൻ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? നിയമമാക്കിയിട്ടുണ്ട്. ഹഖൻ അലൽ മുത്തഖീൻ, മുത്തഖികൾക്ക്, തഖ്വ പാലിക്കുന്ന ആളുകൾക്കുള്ള ഒരു ബാധ്യതയായി റബ്ബ് സുബ്ഹാനഹു വ തആല അതെന്ത് ചെയ്തിരിക്കുകയാണ്? നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത് ഈ ആയത്ത് മൻസൂഖാണ് എന്നാണ്. അതായത് ഈ നിയമം അള്ളാഹു മാറ്റിയിട്ടുണ്ട്. ഈ നിയമം എങ്ങനെ മാറ്റിയിട്ടുണ്ട്? അതായത് മുജ്മലായിട്ട് മൊത്തത്തിൽ ഒരാൾ മരിക്കാൻ പോകുമ്പോൾ അയാൾക്ക് തോന്നിയതുപോലെ അയാളുടെ സമ്പത്ത് മുഴുവനും വസിയത്തായിട്ട് ഇത്ര പൈസ ഇന്നാൾക്ക്, ഇത്ര ഭാഗം ഇന്നാൾക്ക് എന്ന് എഴുതി വെക്കുന്നതിന് പകരം റബ്ബ് സുബ്ഹാനഹു വ തആല അനന്തരാവകാശ നിയമം കൊണ്ടുവന്നു, അല്ലേ? പിന്നെ ലിദ്ദക്കരി മിസ്ല ഹദ്ദിൽ ഉൻസയൈൻ, രണ്ട് സ്ത്രീകളുടെ ഓഹരി ഒരു പുരുഷന് എന്ന രീതിയിൽ മാതാപിതാക്കൾക്ക് ഇത്ര, മക്കൾക്ക് ഇത്ര, പിന്നെ എന്താണ് മക്കൾ ജീവിച്ചു, അങ്ങനെ ഓരോന്നിനും കൃത്യമായ കണക്ക് അനന്തരാവകാശ സ്വത്തിലെ നിയമങ്ങൾ റബ്ബ് കൊണ്ടുവന്നു. ആ നിയമങ്ങൾ കൊണ്ടുവന്നതിലൂടെ ഈ ഒരു പിന്നെ ആയത്ത് മൻസൂഖായി, അതിൻ്റെ നിയമം മാറ്റി എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ഒരുപാട് മുഫസ്സിറുകൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം. എന്താണ്? ലാ വസിയ്യത ലിൽ വാരിസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനന്തരാവകാശിക്ക് പിന്നെ നിങ്ങൾ വസിയ്യത്ത് ചെയ്യേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫലാ വസിയ്യത ലി വാരിസിൻ, അനന്തരാവകാശിക്ക് വസിയത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അഅത കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖ, ഓരോരുത്തർക്കും അവരുടേതായ അവകാശങ്ങൾ അള്ളാഹു കൃത്യമായി വീതിച്ചു കൊടുത്തിട്ടുണ്ട്. എവിടെ? അനന്തരാവകാശ നിയമത്തിൻ്റെ ആയത്ത് ഇറങ്ങിയതിലൂടെ. അതുകൊണ്ട് തന്നെ ഫലാ വസിയ്യത ലിവാരിസിൻ, അനന്തരാവകാശികളിൽ പെട്ട ആളുകൾക്ക് പിന്നെ വസിയ്യത്തായി നിങ്ങൾ എഴുതേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ എന്താണ്? അനന്തരാവകാശികൾക്ക് പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല? വസിയ്യത്ത് ചെയ്യേണ്ടതില്ല. അതിനപ്പുറത്തായിരിക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് അയാളുടെ കീഴിലുള്ള യതീം മക്കളോ അല്ലെങ്കിൽ അയാളുടെ അനന്തരമെടുക്കാത്ത ഏതെങ്കിലും അയാൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വ്യക്തികളോ ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം? തൻ്റെ സ്വത്തിൽ നിന്ന് അയാൾക്ക് വസിയ്യത്ത് എഴുതി വെക്കാവുന്നതാണ്. മഅറൂഫായ രീതിയിൽ മക്കൾക്കും അനന്തരാവകാശികൾക്കും ഒന്നും കിട്ടാത്ത രീതിയിൽ എഴുതി വെക്കാൻ പറ്റുമോ? അത് പറ്റുകയില്ല. ഇപ്പോൾ ഒരാൾ മരിക്കാൻ പോകുമ്പോൾ എഴുതാണ് എൻ്റെ സ്വത്ത് മുഴുവനും പിന്നെ ഇന്ന യതീംഖാനക്ക് കൊടുക്കണം, എൻ്റെ മക്കൾക്കൊന്നും കൊടുക്കണ്ട. എന്താണ് കാരണം? അയാൾക്ക് അയാളെ മക്കൾ ഇഷ്ടമല്ല,
ഷർഈയായ എന്തെങ്കിലും കാരണം ഉണ്ടോ? മക്കളൊക്കെ ഇസ്ലാമെന്ന് പുറത്തു പോയി പിന്നെ യുക്തിവാദിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാഫറുകളായിട്ട് ജീവിക്കാണോ? അല്ല. മറിച്ച് അവർക്ക് മുസ്ലിമീങ്ങൾ തന്നെയാണ്, 5 നേരം നിസ്കരിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ തന്നെയാണ്. എന്നിട്ട് അവർക്ക് കൊടുക്കാതെ മുഴുവൻ സ്വത്തും ഒരാൾക്ക് എഴുതി തള്ളാൻ പറ്റുമോ? പറ്റുകയില്ല. മനസ്സിലായില്ലേ? അപ്പം അത് ശ്രദ്ധിക്കാം. അള്ളാഹു അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇങ്ങനെ വസീയത്ത് എഴുതാൻ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മൾക്ക് നിയമം നിശ്ചയിക്കുകയാണ്. ഫമൻ ബദ്ദലഹു ബഅദമാ സമിഅ. അപ്പോൾ മരിക്കാൻ കിടക്കുന്ന ആൾ വസീയത്ത് ചിലപ്പോൾ പറയായിരിക്കും അല്ലേ? വസീയത്ത് പറയലാണ്. എല്ലാവരെയും വിളിച്ചു വരുത്തി, മക്കളെയും അടുത്ത ആളുകളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് വസീയത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. ചിലപ്പോൾ എഴുതി വെക്കുകയും ചെയ്യും. അപ്പം ഫമൻ ബദ്ദലഹു ബഅദമാ സമിഅ, ഈ വസീയത്തിൻ കൃത്യമായി കേട്ട് മനസ്സിലാക്കിയ ശേഷം ആരെങ്കിലും അതിനെ മാറ്റം വരുത്തിയാൽ, എന്തെങ്കിലും ഭൗതികമായ ലാഭത്തിന് വേണ്ടി അതിൽ മാറ്റം വരുത്തിയാൽ, ഫഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂനഹു, ആരാണോ മാറ്റം വരുത്തിയത് അവനാണ് അതിൻ്റെ കുറ്റം ഉണ്ടാവുക. നേരെമറിച്ച് വസീയത്ത് ചെയ്ത ആൾക്ക് പിന്നെ കുറ്റമുണ്ടോ? അയാൾ കൃത്യമായി വസീയത്ത് പറഞ്ഞു, അതിൽ മാറ്റം വരുത്തി എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഒരാൾ മാറ്റം വരുത്താണെങ്കിൽ മാറ്റിയ ആൾക്കാണ് ശിക്ഷയുള്ളത്. ഇന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു എല്ലാം സൂക്ഷ്മമായി കേൾക്കുന്നുണ്ട്. മരിക്കാൻ നേരത്തെ ഒരാൾ നടത്തുന്ന, അയാൾ എത്ര പതുക്കെയായിരിക്കും വസീയത്ത് പറയാല്ലേ? മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ഒരാൾ, ആ വസീയത്തും അത് കേൾക്കുന്ന ആളുടെ അവസ്ഥയും, അയാളിനി അതിൽ വല്ല മാറ്റം വരുത്തി തട്ടിപ്പ് നടത്തുകയാണെങ്കിൽ അതും എല്ലാം റബ്ബ് സുബ്ഹാനഹു വതആല ഇന്നല്ലാഹ സമീഉൻ അലീം, എല്ലാം അള്ളാഹു കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫ. ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ, ആരെങ്കിലും വസിയ്യത്ത് ചെയ്ത ആളിൽ നിന്ന് വല്ല ഒരു തെറ്റോ അനീതിയോ മറ്റോ പേടിച്ചു കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരു കൂട്ടർക്ക് ധാരാളം കൊടുത്തു, കുടുംബത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഒരേപോലെ അർഹതപ്പെട്ട 2 വിഭാഗം, ആരെങ്കിലും കിട്ടേണ്ട 2 വിഭാഗം ആളുകൾ, അതിൽ ഒരാൾക്ക് മാത്രം കൊടുത്തു, മറ്റാൾക്കൊന്നുമില്ല. ഇങ്ങനെയുള്ള അനീതിയോ തെറ്റുകളോ ഒക്കെ ഒരാൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഔ ഇസ്മൻ, അല്ലെങ്കിൽ ഒരു തെറ്റ് ഭയപ്പെട്ടു, അയാൾ ചെയ്ത വസിയത്തിൽ എന്തെങ്കിലും തെറ്റ് ഭയപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യണം? തെറ്റെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന എന്താണ്? പിന്നെ 1/3 എന്ത് ചെയ്യാൻ പറ്റുക? ഒരാൾക്ക് വസിയത്ത് ചെയ്യാൻ പറ്റുക. ബാക്കി മാക്സിമം 1/3. ബാക്കി എന്ത് ചെയ്യണം? അനന്തരാവകാശികൾക്ക് കൊടുക്കണം. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? കൂടുതൽ ഒരുപാട് പൈസ വസിയത്തുമായി വെച്ചു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു? പിന്നെ അതുപോലെ തന്നെ അനന്തരാവകാശികൾക്ക് വേണ്ടി വസിയത്ത് ചെയ്തു. ഒരാൾ എന്ത് ചെയ്യാണ്? തൻ്റെ അനന്തരാവകാശികൾക്ക് വേണ്ടി വസിയത്ത് ചെയ്തു. അതും പാടില്ലല്ലോ അല്ലെ? ലാ വസിയത്ത ലിവാരിസിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഫഅസ്ലഹ ബൈനഹും. അപ്പൊ ഇങ്ങനെ ഒരു അനീതി, ഒരു തെറ്റ് വസിയത്ത് ചെയ്ത മരിച്ചു പോയ ആൾ അടുത്ത് സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബത്തിലെ വിവരമുള്ള അറിവുള്ള ആളുകൾക്ക് അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഫഅസ്ലഹ ബൈനഹും, ഈ കുടുംബക്കാർക്കിടയിൽ അല്ലെങ്കിൽ ഈ ഒരു വസീയത്തും അനന്തര സ്വത്തും വീതിക്കപ്പെടുന്നത് ആരാണോ അവർക്കിടയിൽ സുൽഹ് ഉണ്ടാക്കാവുന്നതാണ്. അതായത് ആ വസീയത്തിൽ ചിലപ്പോൾ മാറ്റം വരുത്താം. മനസ്സിലായില്ല? മസ്ലഹത്തിന് വേണ്ടിയിട്ട്. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരാളിപ്പോൾ അനന്തരാവകാശിക്ക് വസീയത്ത് ചെയ്തു, അപ്പം അനന്തരാവകാശിക്ക് വസീയത്തില്ല. അപ്പം എന്ത് ചെയ്തു? വസീയത്തിൽ ചെറിയ മാറ്റം വരുത്തി മസ്ലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുടുംബക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകും എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ആ വസീയത്ത് വേണ്ട, അനന്തരാവകാശികൾക്ക് വസീയത്തിൽ നിന്നൊന്നും കൊടുക്കണ്ട, സാധാ പോലെ വീതിച്ചാൽ മതി കണക്ക് കൂട്ടിയിട്ട് എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അത് മസ്ലഹത്തിന് വേണ്ടി വിവരമുള്ള അറിവുള്ള മുതിർന്ന ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഈ വസീയത്ത് മാറ്റി എന്ന കുറ്റം അവർക്കുണ്ടോ? അവർക്ക് ആ കുറ്റം ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്.
മനസ്സിലായി? അത് എന്തിൽ പെടൂല? വസിയത്ത് കേട്ട് നേരത്തെ കഴിഞ്ഞ ആയത്തിലുള്ള പറഞ്ഞല്ലോ, വസിയത്ത് കേട്ടിട്ട് ആരെങ്കിലും മാറ്റിയാൽ അവർക്ക് കുറ്റമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ കുറ്റത്തിൽ ഇത് പെടൂല. കാരണം ഇതെന്താണ്? മസ്ലഹത്ത് ഉദ്ദേശിച്ച് പിന്നെ വസിയത്ത് ചെയ്ത മരിച്ച ആള് ചെയ്ത വസിയത്തിലെ തെറ്റുകൾ, അബദ്ധങ്ങൾ അത് ശരിയാക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് അവർക്ക് കുറ്റമുണ്ടാവുകയില്ല. ഇന്നല്ലാഹ ഗഫൂറുൻ റഹീം. അള്ളാഹു എന്ത് ചെയ്യുന്നു? പിന്നെ പാപങ്ങൾ പൊറുക്കുകയും പിന്നെ റഹ്മത്ത് കാണിക്കുകയും ചെയ്യുന്നു എന്ന് അള്ളാഹു പറയാം. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും ഒക്കെ ഭാഗമാണ് ഇത്തരം സൂക്ഷ്മമായ, വളരെ പിന്നെ എന്താണ്, വളരെ മസ്ലഹത്തുള്ള, വളരെ നന്മയുള്ള ഇത്തരം നിയമങ്ങൾ അള്ളാഹു നടപ്പാക്കുന്നത് അതുകൊണ്ടാണ് എന്ന് അള്ളാഹു നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് കാണാം. എന്താണ്? ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നലി മാലൻ വലാ യർസുനി ഇല്ല ഇബ്നതൻ ലീ. അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് കുറച്ച് സമ്പത്തുണ്ട്, എനിക്കൊരു പെൺകുട്ടി മാത്രമേ എൻ്റെ അനന്തരാവകാശിയായിട്ടുള്ളൂ. എൻ്റെ മൂന്നിൽ രണ്ട് സ്വത്തും ഞാൻ വസീയത്ത് ചെയ്യട്ടെ, ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി വസീയത്ത് ചെയ്യട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടില്ല, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ സഹാബി ചോദിച്ചു, ഫബിഷത്രി, അപ്പോൾ ഞാൻ പകുതി കൊടുക്കട്ടെ? എൻ്റെ സമ്പത്തിൻ്റെ പകുതി വസീയത്തായിട്ട് കൊടുക്കുകയും ബാക്കി പകുതി അനന്തരവും കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അങ്ങനെയും കൊടുക്കാൻ പാടില്ല. ഖാലഫ സുലുസു. അപ്പോൾ ആ സഹാബി ചോദിച്ചു, നബി എന്നാൽ മൂന്നിലൊന്ന് ഞാൻ വസീയത്ത് ചെയ്യട്ടെ, അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാൻ ആർക്കെങ്കിലും കൊടുക്കാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഖാല അസുലുസ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മൂന്നിലൊന്ന് വേണമെങ്കിൽ നീ വസീയത്ത് ചെയ്തോളൂ, വസുലുസു കസീർ, ആ മൂന്നിലൊന്ന് തന്നെ ധാരാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ഇൻ തദറ വറസതക അഗ്നിയാ ഖൈറുൻ മിൻ അൻ തദഅഹും ആലതൻ യതകഫഫൂന അന്നാസ്. നീ നിന്റെ അനന്തരാവകാശികളെ സമ്പന്നരായി അവർക്ക് കൃത്യമായി അവരുടെ അനന്തരം കിട്ടുന്ന രീതിയിൽ തന്നെ വിട്ടു പോകുന്നതാണ് നല്ലത്. അവർക്ക് പൈസ ഇല്ലാതെ ദരിദ്രരായി ജനങ്ങൾ അവരെ സഹായിക്കേണ്ട ഒരു അവസ്ഥയിൽ അവരെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലതെന്താണ്? നിന്റെ അനന്തര സ്വത്ത് അവർക്ക് കൃത്യമായി ലഭിക്കുന്നത് തന്നെയാണ് എന്നുള്ള പറയാം. അപ്പോൾ വസിയത്ത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ? സമ്പത്തിൻ്റെ പകുതിയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യരുത്? ഏതെങ്കിലും എത്തീംഖാനക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാനുള്ള വസിയത്ത് ചെയ്യുന്നതല്ല ശരി. മറിച്ച് മക്കൾക്ക് അനന്തരം കിട്ടാൻ വേണ്ടി കൃത്യമായി വെക്കുക എന്നുള്ളതാണ്. ഇവിടെ വേറൊരു കാര്യം കൂടി പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കുക. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അനന്തര സ്വത്ത്, അതായത് ഒരാൾ ജീവിച്ചിരിക്കുകയാണ്, അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മക്കൾക്ക് അനന്തര സ്വത്ത് വീതിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് വലിയ പിന്നെ അബദ്ധങ്ങളിലേക്ക്, പിന്നെ കുടുംബ വഴക്കുകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കും. ചിലപ്പോൾ അദ്ദേഹത്തിന് വല്ല കടമോ മറ്റ് ബാധ്യതകളോ ഒക്കെ പിന്നീട് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? അദ്ദേഹം പിന്നെ കടം വീട്ടാൻ പിന്നെ സ്വത്തുണ്ടോ? സ്വത്തൊക്കെ വീതിച്ചു കഴിഞ്ഞില്ലേ? അനന്തര സ്വത്തിൻ്റെ പിന്നെ എന്താണ് വിറാസത്ത് എന്ന് പറഞ്ഞിട്ട് വീതിച്ച് കളഞ്ഞു. അപ്പോൾ ആ രീതി നമ്മൾ ഉപേക്ഷിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ അല്ല അനന്തര സ്വത്ത് കൊടുക്കേണ്ടത്, മറിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കടബാധ്യതയുള്ള പണം അതൊക്കെ കൊടുത്ത് വീട്ടിക്കഴിഞ്ഞ്, അതുപോലെ അയാളുടെ ഖബറടക്കാനുള്ള ചെലവ് അതും കൊടുത്തു കഴിഞ്ഞ്, അയാൾക്ക് എവിടെയൊക്കെ ബാധ്യതയുണ്ടോ, 1 രൂപയാണെങ്കിൽ 1 രൂപ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ അനന്തരാവകാശികൾ എന്ത് ചെയ്യേണ്ടത്? സ്വത്ത് വീതിച്ചെടുക്കേണ്ടത്. അതല്ലാതെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ പുതിയാപ്പിളക്ക് പിന്നെ പിന്നെ എന്താണ്, പുതിയാപ്പിള തീരെ ഒരു ഉഷാറില്ല, അപ്പോൾ എൻ്റെ മോൾക്ക് ഞാൻ ഇത്ര സ്വത്ത് അനന്തരത്തുനിന്ന് കൊടുത്ത്, അനന്തരാവകാശത്തുനിന്ന് കൊടുത്ത് എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പിന്നെ അനന്തര സ്വത്ത് വീതിക്കുന്ന രീതിയിൽ കൊടുക്കുക എന്നത് ശരിയല്ല. ഇനി സ്വതക്കയായിട്ട് അല്ലെങ്കിൽ മക്കൾക്ക് സമ്പത്ത് വീതിച്ച് ഒരാൾ കൊടുക്കുകയാണ്, ഒരു തൃപ്തിയോടുകൂടി എൻ്റെ മകന് ഇത്ര, എൻ്റെ മകൾക്ക് ഇത്ര എന്ന് പറഞ്ഞ് സ്വത്ത് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അത് അനന്തര സ്വത്തായിട്ട് കൂട്ടാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പിതാവ് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനീതി കാണിക്കാൻ പാടില്ല, നീതി കാണിക്കണം. ഒരു കുട്ടിക്ക് 1 ഈത്തപ്പഴവും ഒരു കുട്ടിക്ക് 2 ഈത്തപ്പഴവും കൊടുത്താൽ അള്ളാൻ്റെ അടുത്ത് ശിക്ഷയുണ്ട്. നിങ്ങളുടെ 2 കുട്ടികൾ ഒരേപോലെ നിൽക്കുകയാണ്, അപ്പോൾ ഒരു കുട്ടിക്ക് 1 ഈത്തപ്പഴം കൊടുത്തു അല്ലെങ്കിൽ 1 മുട്ടായി കൊടുത്തു, മറ്റേ കുട്ടിക്ക് എനിക്ക് ആ കുട്ടീനെ കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് 2 കൊടുത്താൽ ശിക്ഷയുണ്ട്. അപ്പം പിന്നെ സ്വത്ത് ഭാഗം വെക്കുമ്പോൾ അല്ലെങ്കിൽ സ്വത്ത് ഇങ്ങനെ കൊടുക്കുന്ന സമയത്തോ
അത് തെറ്റാണ്. മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കണം. സ്വത്ത് കൊടുക്കുന്ന സമയത്ത്, മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് അനീതി കാണിക്കാൻ പാടില്ല. അല്ലെ, നമ്മളെ നാട്ടിലുള്ള വൃത്തികെട്ട സിസ്റ്റാണ്. എന്താണ്, പെൺമക്കൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഉപ്പമാര് വലിയ സ്വത്ത്, പിന്നെ സ്ത്രീധനം, ഇനി അങ്ങനെ പേരിട്ടിട്ടില്ലെങ്കിലും പിന്നെ അത്രയും കാലം അധ്വാനിച്ച സ്വത്തൊക്കെ എടുത്ത് വാരി വലിച്ച് വരമ്പി എടുത്തിട്ട് എന്ത് ചെയ്യും, പെൺമക്കൾക്ക് പിന്നെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എടുത്തും കൊടുക്കും. 100 പവനും 70 പവനും 200 പവനും പിന്നെ പറമ്പും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതി കൊടുക്കും. എന്നിട്ട് ആൺകുട്ടികളോ, ആൺകുട്ടികൾ വളർന്ന് വലുതാകുന്ന സമയത്ത് അവർക്കൊന്നുമില്ല. അവർ പിന്നെ അധ്വാനിച്ചുണ്ടാക്കി ഉപ്പ ഉണ്ടാക്കിയ ഈ ബാധ്യത ഒക്കെ വീട്ടി അവരിങ്ങനെ മാതാപിതാക്കളെ കടം വീട്ടി നടക്കുക. പെൺമക്കൾ ഉപ്പാന്റെ സ്വത്തും ഇതൊക്കെ കൈയടക്കിയിട്ട് സുഖിക്കുക. ഇത് കടുത്ത അനീതിയാണ്, അക്രമമാണ്. ഇതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഉത്തരം പറയേണ്ടി വരും. ഏതെങ്കിലും പെൺമക്കൾ ഉപ്പമാരോട് പോയി ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പിന്നെ സഹോദരന്മാരോടും മറ്റ് സഹോദരിമാരോടൊക്കെ പോയി ചോദിക്കുക, എനിക്ക് ഉപ്പ ഇത്രയും സമ്പത്ത് എനിക്ക് തന്ന് ഇല്ലേ. ചിലപ്പോൾ മൂത്ത പെൺകുട്ടിക്ക് കുറേ കൊടുക്കുക, ചെറിയ പെൺകുട്ടിക്ക് കുറച്ച് കൊടുക്കുക. ഇങ്ങനെ അനീതി പ്രവർത്തിക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അങ്ങനെ ഒരു അനീതി നിങ്ങളുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങളതിനെ ശരിയാക്കാൻ ശ്രമിക്കുക. അത് തിരിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ അതിന് കൃത്യമായ വീതം പിന്നെ എന്താണ് അതിനെ ഏതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്തിട്ടോ പൊരുത്തപ്പെടിച്ചിട്ടോ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യുക. അതായത് പിന്നെ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനൊക്കെ വിളിക്കുക, എന്നിട്ട് പറയാം, ഇതാ ഉപ്പാക്ക് അറിവില്ലാത്തത് കൊണ്ട്, ഉമ്മാക്ക് വിവരമില്ലാത്തത് കൊണ്ട് പിന്നെ ഉമ്മ പണ്ട് എനിക്കിതാ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇന്ന സമയത്ത് എനിക്ക് എത്രയോ സ്വത്ത് എഴുതി തന്നിട്ടുണ്ട്, ഇത്രയും സ്വർണം എനിക്ക് തന്നിട്ടുണ്ട്. എന്നാൽ എൻ്റെ അനിയത്തി അല്ലെങ്കിൽ എൻ്റെ അനിയൻ അവനാണെങ്കിൽ ഒന്നും ഉപ്പ കൊടുത്തിട്ടില്ല, ഉമ്മ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്ക് ഉപ്പാവിൻ്റെ കച്ചവടം അല്ലെങ്കിൽ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് അദ്ദേഹത്തിനൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ എൻ്റെ ഒന്നുകിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അല്ലെങ്കിൽ ഇതാ ഞാൻ കുറച്ച് സ്വത്ത് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് കൊടുത്ത് നീതി നടപ്പാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു നീതി നടപ്പാക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നീതി പാലിക്കുക എന്നത് വലിയ ഒരു കാര്യമാണ്. അത് കുടുംബത്തിലാകട്ടെ, നാട്ടിലാകട്ടെ, രാഷ്ട്രങ്ങൾ തമ്മിലാകട്ടെ, എവിടെ ആകട്ടെ. ഇസ്ലാം ചെറിയ ഒരു കാര്യത്തിൽ പോലും, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഈന്തപ്പഴത്തിൻ്റെ ചീള് കൊടുക്കുന്ന വിഷയത്തിൽ പോലും അനീതി പാടില്ല എന്ന കാര്യം നമ്മൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി കാണാം. അല്ലെ, ഒറ്റ ചെരുപ്പിട്ട് നടക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. ഒരു ചെരുപ്പിട്ട് നടക്കാൻ പാടില്ല, മറിച്ച് 2 ചെരുപ്പിട്ട് നടക്കണം. എന്തുകൊണ്ടാണ്? ഒരു കാലിനോട് നിങ്ങൾ അനീതി ചെയ്യാൻ പാടില്ല. ഒരു കാലിൽ മാത്രം ചെരുപ്പിട്ടിട്ട് മറ്റേ കാലിൽ ചെരുപ്പിടാതെ നിങ്ങളുടെ ചെരുപ്പിടാത്ത കാലിനോട് നിങ്ങൾ അനീതി ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ കുറച്ച് ഭാഗത്ത് നന്നായിട്ട് വെയിൽ തട്ടുന്നു, കുറച്ച് ഭാഗത്ത് ഫുൾ തണൽ, അങ്ങനെയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ പൂർണ്ണമായി വെയിലെത്തിരിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായി തണലെത്തിരിക്കുക. കാരണം ശരീരത്തിൻ്റെ കുറച്ച് ഭാഗത്തോട് നീതിയും കുറച്ച് ഭാഗത്തോട് അനീതിയും കാണിക്കാൻ പാടില്ല. ഇങ്ങനെ നിസ്സാരമായ ചെറിയ കാര്യങ്ങളിൽ പോലും അനീതി പാടില്ല എങ്കിൽ, അത് വെറുക്കപ്പെട്ടതാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, വലിയ വലിയ സമ്പത്തും സ്വത്തുമൊക്കെ വിതരണം ചെയ്യുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലൊക്കെ എത്ര നമ്മൾ അള്ളാഹുവിനെ പേടിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുൽമ് ചെയ്യുന്ന ആളുകൾ അവർക്ക് കടുത്ത ശിക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ വിഷയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും നീതിപൂർവം നമ്മൾ കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യാം. ചിലപ്പോൾ ചിലർ പറയും, എന്താണ്, പിന്നെ വല്യമ്മാൻ്റെ ഉമ്മാൻ്റെ വസിയത്തുണ്ട്, പൈസ പിന്നെ പറമ്പ് കൊടുത്തത് അവരാണ്, അവരങ്ങനെ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻ്റെ പേരക്കുട്ടിയിൽ ഇന്ന കുട്ടിക്ക് കൊടുക്കണം. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, ആ വസിയത്ത് ചെയ്ത ആളുകൾ അറിവില്ലായ്മ കൊണ്ട് വല്ല അനീതിയോ തെറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മസ്ലഹത്താക്കുക എന്നത് അത് വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാഹ് നടപ്പാക്കുന്ന, മസ്ലഹത്തുണ്ടാക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഈ കാര്യത്തിൽ, ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സിസ്റ്റം ഈ വിഷയത്തിൽ വളരെ മോശം സിസ്റ്റമാണ്. അതുകൊണ്ടാണ് എത്രയോ ആൾക്കാരെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും, പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിൽ. ഇല്ലേ, പുതിയാപ്പളിനെ തൃപ്തിപ്പെടുത്താനും അല്ലെങ്കിൽ പുതിയാപ്പളിൻ്റെ കുടുംബക്കാരെ സ്വത്തൊക്കെ കണ്ട് പേടിച്ചിട്ട് പിന്നെ പെൺമക്കൾക്ക് ഒരുപാട് സ്വത്ത് കൊടുക്കുക, ആൺമക്കളെ ഒന്നുമല്ലാതെ അത് ഒരു പണിയെടുത്തിട്ട് പിന്നെ ജീവിച്ചോളും. ആൺകുട്ടികളല്ലേ, എന്താ പെൺമക്കളെ ഭർത്താക്കന്മാർക്ക് എന്താ, അവരാണുങ്ങളല്ലേ, അവർക്ക് പണിയെടുക്കാൻ പറ്റൂലേ? അല്ലേ, പുതിയാപ്പള എന്താ പണിയെടുക്കാൻ പറ്റാത്ത ആളാണോ? പുതിയാപ്പള പണിയെടുക്കണ പോലെ തന്നെയല്ലേ സ്വന്തം ആൺമോനും ആൺമക്കളും പണിയെടുക്കുന്നത്.
ഞാനിങ്ങനെ വ്യക്തമായി പറയുന്നത്, ഇങ്ങനെ ഒരു കുടുംബപരമായി വലിയ അനീതിയും ദുരന്തവും ഇതിൻ്റെ പേരിൽ ആങ്ങളെയും പെങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലേ? എത്രയോ കുടുംബങ്ങളിൽ പിന്നെ എന്താണ് ബ്രദേഴ്സും സിസ്റ്റേഴ്സും തമ്മിലൊക്കെ തെറ്റാനും കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകാനൊക്കെ ഉള്ള കാരണം ഈ ദീനിൻ്റെ ശരിയായ രീതിയിലുള്ള നീതിപൂർവമുള്ള സമ്പത്തിൻ്റെ വിഷയത്തിലും സ്നേഹത്തിൻ്റെ വിഷയത്തിലും എല്ലാ കാര്യത്തിലും ഒരു നീതി നടപ്പാക്കാത്തത് കൊണ്ട് മാതാപിതാക്കൾ മക്കൾക്കിടയിൽ കാണിക്കുന്ന ഇത്തരം അനീതികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഈ ആയത്തിന്റെ ഭാഗങ്ങൾ കേൾക്കാം. يا أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم ولكم في القصاص حياة يا أولي الألباب لعلكم تتقون كتب عليكم إذا حضر أحدكم الموت إن ترك خيرا الوصية للوالدين والأقربين بالمعروف حقا على المتقين فمن بدله بعدما سمعه فإنما إثمه على الذين يبدلونه إن الله سميع عليم فمن خاف من موص جنفا أو إثما فأصلح بينهم فلا إثم عليه إن الله غفور رحيم. ഇൻഷാ അല്ലാഹ് ജസാക്കുമുല്ലാഹു ഖൈറൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.